നിത ഫാത്തിമയുടെ വീട്ടിൽ നിന്നും ഇംതിയാസ് തുടരുന്നുണ്ട്. ഇംതിയാസ്, എല്ലാ വീട്ടിലും ഒരേ അവസ്ഥയാണുള്ളത് എന്നറിയാം. നിത ഫാത്തിമയുടെ വീട്ടിലും സഹപാഠികൾ എത്തുന്നുണ്ടോ? കാരണം വളരെ ചെറിയ അകലത്തിൽ മാത്രമുള്ള വീടുകളിലാണ് ഇവരെല്ലാവരും വളർന്നു വന്നത്. ഇവരുടെ അത്രയും ദൂരം കുറവാണ് ഓരോ വീടുകളും തമ്മിലുള്ളത്. ഇപ്പോൾ നിത ഫാത്തിമയുടെ വീട്ടിൽ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനമായി വിശ്വാസപ്രകാരം അവർക്ക് പ്രാർത്ഥനയാണ് ഒരാൾ മരിച്ചു പോകുമ്പോൾ ഒരാൾക്ക് കൊടുക്കാനുള്ളത്. പിന്നെ ദൈവത്തിൻ്റെ മുൻപിൽ എല്ലാവരും ഈ ചെറിയ മക്കളെല്ലാം കുഞ്ഞു മാലാഖമാരാണല്ലോ, അതുകൊണ്ട് തന്നെ എല്ലാം എളുപ്പമാക്കി കൊടുക്കണേ എന്ന് അവർ പ്രാർത്ഥിക്കുകയാണ്. ഈ നാട്ടുകാരെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്, ബന്ധുക്കളുണ്ട്, എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നു കൊണ്ടുള്ളൊരു പ്രാർത്ഥനാ സദസ്സാണ് ഇപ്പോൾ നിത ഫാത്തിമയുടെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയ്ക്ക് ഈ നാട്ടുകാരായ ഓരോരുത്തരും ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിത ഫാത്തിമയെ അവസാനമായൊരു നോക്കു കാണാൻ ഓരോരുത്തരായ വീട്ടിലേക്ക് കയറുന്നു. അവിടുന്ന് ഇറങ്ങിയ ഉടൻ തന്നെ തൊട്ടപ്പുറത്തുള്ള റിതയുടെ വീട്ടിലേക്ക്, ആയിഷയുടെ വീട്ടിലേക്ക് വന്ന നാട്ടുകാർ ഓരോ വീടുകളിലേക്കും കയറി ഓരോരുത്തരെയായി കാണുകയാണ്. അല്പസമയം കഴിഞ്ഞാൽ ജുമാ മസ്ജിദിലേക്ക് മയ്യിത്ത് നമസ്കാരത്തിനായി അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. ശേഷം കബറടക്ക പരിപാടികളും നടക്കും. എന്തായാലും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇതൊരു ചെറുള്ളിയൊരു പ്രദേശത്തിൻ്റെയോ അതല്ലെങ്കിൽ ഈ കരിമ്പ എന്നൊരു പ്രദേശത്തിൻ്റെയോ മാത്രം ഒരു സങ്കടക്കാഴ്ചയല്ല. ഇന്ന് ഈ ദൃശ്യങ്ങൾ കാണുന്ന, ഈ വാർത്ത അറിയുന്ന ഓരോ മലയാളിയും ഒരിക്കലുമല്ല ഇംതിയാസ്. നമ്മളൊക്കെ ഇന്ന് ഉണർന്നെഴുന്നേറ്റത് തന്നെ നെഞ്ചിൽ വല്ലാത്തൊരു കനത്തോടെയാണ്. എന്താണ് അവരുടെ അന്ത്യയാത്ര, എങ്ങനെയാണ് ആ വീട്ടുകാരൊക്കെ എങ്ങനെയാണ് ഇത് താങ്ങുക തുടങ്ങി നിരവധി ചിന്തകളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വേർപാട് ഓരോ മലയാളിയെയും ഉലച്ചു കളഞ്ഞിരിക്കുന്നു. ഒരു രാത്രി വെളുത്തപ്പോൾ അവരില്ല എന്ന സത്യത്തിലേക്ക് പൊരുത്തപ്പെടാൻ നന്നായി പാടുപെടുന്ന മലയാളികൾ, കുടുംബാംഗങ്ങളും സഹപാഠികളും മാത്രമല്ല. ഇർഫാനയുടെ വീട്ടിൽ നിന്നും അരുൺ ശങ്കർ ചേരുന്നു. അരുൺ, വളരെ ചെറിയ അകലത്തിലാണ് ഇവരുടെയൊക്കെ വീടുകൾ. എല്ലാവരും കൂടി ഒരു വീട്ടിലേക്ക് വന്ന് അവിടെ നിന്ന് സംഘമായാണ് സ്കൂളിലേക്കും മറ്റും പോയിരുന്നത്. എങ്ങനെയാണ് ഈ ദുഃഖം സഹപാഠികൾക്കും ഇതൊക്കെ എന്നും കണ്ടുകൊണ്ടിരുന്ന മനുഷ്യർക്കും താങ്ങാനാവുക? ബന്ധുക്കളും സുഹൃത്തുക്കളും അയൽവാസികളും അടക്കം എല്ലാവരും അങ്ങനെ കണ്ണുനീർ ചാലൊഴുക്കിക്കൊണ്ട് ഈ കാഴ്ച കാണുന്ന രംഗം ഹൃദയഭേദകം തന്നെയാണ്. തീർച്ചയായിട്ടും ഇന്നലെ ഈ വീട്ടിൽ നിന്ന് കളിച്ചിരിയുമായിട്ട് ഇറങ്ങിപ്പോയ ഇർഫാനെയാണ് ഇപ്പോൾ ജീവനറ്റ് തിരികെ വന്നിരിക്കുന്നത്. അത് കാണാൻ, അത് താങ്ങാൻ കഴിയാതെ കുടുംബം വിറങ്ങലിച്ച് നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് നാട്ടുകാരും ഈ പ്രദേശവാസികളായിട്ടുള്ള ആൾക്കാരും. അതോടൊപ്പം തന്നെ ഇന്ന് ഈ നാടിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ വേദനയായി മാറിയിരിക്കുകയാണ് 4 പെൺകുട്ടികൾ. അവരെ നമുക്ക് ഇന്നലെ വരെ അറിയില്ലായിരുന്നു, പക്ഷേ ഇന്ന് നമ്മളുടെ കാരുമായി മാറിയിരിക്കുകയാണ്. ആ വേദനയും നമ്മളും പങ്കുചേരുകയാണ്. ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും ആ വേദന കടിച്ചമർത്തി തന്നെ മാത്രമേ ഇവിടെയുള്ള രംഗങ്ങൾ, വൈകാരികമായ രംഗങ്ങൾ കാണാൻ കഴിയൂ. ഇർഫാനയുടെ സഹോദരനാണ്, കുഞ്ഞു സഹോദരനാണ്. ഒരുപാട് നേരമായിട്ട് അവിടെ നിന്ന് ചേച്ചിയെ നോക്കി നിൽക്കുകയാണ്. അവന് താങ്ങാൻ കഴിയുന്നില്ല. അല്പസമയം മുമ്പാണ് ഉപ്പയും ഉമ്മയും കൊണ്ടുവന്ന് മകളെ കാണിച്ചിരുന്നു. അച്ഛൻ്റെ സഹോദരനാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. അങ്ങനെ എങ്ങനെ ഉൾക്കൊള്ളും ഇത് എന്നുള്ളൊരു ചിന്തയിലാണ്. കാരണം അവരുടെയൊക്കെ പ്രതീക്ഷകളായിരുന്നു ഈ പെൺകുട്ടി. അവൾക്കും ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ ഈ കുഞ്ഞനിയന്റെ ഒക്കെ മനസ്സിലൂടെ എന്താവും കടന്നു പോവുക അരുൺ ശങ്കർ? എന്തായിരിക്കും അവൻ ഓർക്കുക? ഇനി അവനെ ശാസിക്കാൻ അല്ലെങ്കിൽ സ്നേഹിക്കാൻ, ലാളിക്കാൻ ചേച്ചിയില്ല എന്ന തിരിച്ചറിവിലേക്ക് വരാനുള്ള പ്രായം പോലും ആയിട്ടില്ല. പക്ഷെ അവനും സങ്കടത്തിൽ കരയുകയാണ്. അപകടമാണ്
തീർച്ചയായിട്ടും ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുക എന്നുള്ളത് വളരെ പ്രയാസകരമായിരിക്കും. ഇന്നലെ വരെ അവളോടൊപ്പം ചിരിച്ച് കളിച്ച് അവൻ്റെ കുസൃതികളൊക്കെ ഒപ്പം കൂടിയ ചേച്ചിയാണ് ഇങ്ങനെ ജീവനറ്റ് കിടക്കുന്നത്. ഒരുപാട് ഓർമ്മകൾ അവന് ഉണ്ടാകും. ആ ഓർമ്മകളൊക്കെ അവൻ്റെ മനസ്സിലൂടെ കടന്നു പോകും. അതാണ് അവനെ ഒരു സങ്കടക്കടലാക്കി മാറ്റുന്നത്. ഇതിൽ ഏറ്റവും ഹൃദയഭേദകം എന്ന് പറയുന്നത് ഇർഫാനയുടെ അമ്മയാണ്. കാരണം ആ അമ്മയുടെ ഉമ്മയുടെ മുന്നിൽ വെച്ചാണ് അവളുടെ ജീവൻ പൊരിഞ്ഞത്. ഇന്നലെ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട്, മകളെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് പരീക്ഷ കഴിഞ്ഞെത്തിയ മകളുടെ അടുത്തേക്ക് അമ്മ പോയിരുന്നു. അങ്ങനെ അവിടെ വെച്ചാണ്, ആ അമ്മയുടെ മുന്നിൽ വെച്ചാണ് മകളുടെ മുകളിലേക്ക് ആ ലോറി പാഞ്ഞു വന്ന് കയറിയത്. നിസ്സഹായി പോയ ഒരമ്മ.